ഹലോ, അസ്സലാമു അലൈക്കും. ലക്ഷദ്വീപുകാരനാണ്. ഇന്നത്തെ എൻ്റെ പണി ഇതേ ഈ കാണുന്ന ബോട്ടിൽ വെറുതെ ഇരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇന്നെനിക്ക് പണിയുണ്ട് കേട്ടോ, അത്യാവശ്യം പണിയുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ഒരാളില്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് പോയി എടുക്കാൻ പറ്റാത്ത പണിയാണ്. അങ്ങനെ ആ ഒരു ടൈമിൽ ഞാനൊരു ആവശ്യത്തിന് വേണ്ടി എയർപോർട്ടിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ഒരു കൂട്ടുകാരൻ എന്നെ വിളിച്ച് ചോദിച്ചത്, എന്തെങ്കിലും പണിയുണ്ടോ, പണിയില്ലാന്നുണ്ടെങ്കിൽ നിനക്കൊരു പണിയുണ്ട്, നിനക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചത്. അങ്ങനെ ഓക്കെ, ഞാൻ പറഞ്ഞു നോ പ്രോബ്ലം, നമ്മൾ വരാം, ഏത് പണിയും നമ്മൾ എടുക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ നാട്ടിൽ, അതായത് ലക്ഷദ്വീപിൽ ഇവിടെ ജീവിക്കുന്ന ആൾക്കാർ എന്ത് തരം പണിയാണേലും പണിക്ക് പോകും കേട്ടോ. അത് ഇന്ന പണി എന്നൊന്നുമില്ല. ഓക്കെ, അങ്ങനെ സ്റ്റാൻഡേർഡ് നോക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, പക്ഷെ എല്ലാവരും അങ്ങനെ സ്റ്റാൻഡേർഡ് നോക്കില്ല കേട്ടോ. എന്ത് പണി എടുക്കാൻ തയ്യാറായിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് ഇവിടെ ജീവിക്കുന്നത്. ഇന്ന പണി ആവണം എന്നൊന്നുമില്ല. ഇന്നത്തെ എൻ്റെ പണി ഈ ബോട്ടിൽ വെറുതെ ഇരിക്കുക എന്നുള്ളതാണ്. എൻ്റെ കൂടെ വന്നിട്ടുള്ളവർ അല്ല, ഞാൻ അവരുടെ കൂടെ ആട്ടോ വന്നത്. അപ്പോൾ എന്നെ വിളിച്ച ആൾക്കാർ കടലിനടിയിലേക്ക് പോയി, ഏകദേശം 12 മീറ്ററാണ്. അപ്പോൾ അടിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവർ വരുന്നതും വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ്. എൻ്റെ പണി അതാണ്. ഇനിയിപ്പോൾ അവർ വരുമ്പം ഞാൻ എന്ത് ചെയ്യണം, അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പം പോകേണ്ടി വരും, ചിലപ്പോൾ അവർ നേരെ ബോട്ടിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും റിട്ടേൺ വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്നെ ഇവിടെ നിർത്തിയേക്കണത്. മാക്സിമം ഒരു 20-25 മിനിറ്റ്, ഒരു അരമണിക്കൂറിനുള്ളിൽ അവരെന്ത് ചെയ്യും, അവരും തിരിച്ച് വരും കേട്ടോ. അപ്പോൾ എൻ്റെ നാട് ഇതാ ആ കാണുന്നതാണ് കേട്ടോ, എൻ്റെ ബാക്കിൽ കാണുന്നതാണ് എൻ്റെ നാട്. അത്യാവശ്യം നല്ലൊരു ഡീപ്പിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇന്ന് അത്യാവശ്യം കുറച്ച് കാറ്റുമുണ്ട്, ചെറിയ രീതിയിലൊരു കാറ്റുമുണ്ട്. അങ്ങനെ ഞങ്ങൾ ബോട്ട് എടുത്ത് ആദ്യം പോയത് നമുക്ക് ഡൈവ് ചെയ്യാനുള്ള 2 പേര് എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴേക്കും അവർ റെഡിയായിരുന്നു, ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിരുന്നു. അങ്ങനെ അവരെയും പിക്ക് ചെയ്ത് ഞങ്ങൾ നേരെ ലക്ഷ്യസ്ഥാനത്തേക്ക്. ബോട്ടിലിരുന്ന് കൊണ്ട് സ്കൂബ ഡൈവിംഗ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന കാര്യം നമ്മുടെ ഡൈവിംഗ് മാസ്റ്റർ അവർക്ക് പറഞ്ഞു കൊടുത്തു. ആദ്യമായിട്ട് സ്കൂബ ഡൈവിംഗ് ചെയ്യുന്നവർക്ക് ചെറിയ രീതിയിലൊരു പേടിയുണ്ടാവും. അങ്ങനെ പേടിക്കാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഡൈവ് മാസ്റ്റർ പറഞ്ഞു കൊടുക്കും. കടലിനടിയിൽ എന്തൊക്കെ സിഗ്നലുകൾ കാണിക്കണം, മാസ്കിനകത്ത് വെള്ളം കയറാൽ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള A to Z കാര്യങ്ങൾ ബോട്ടിലിരുന്നു കൊണ്ട് തന്നെ ഡൈവ് മാസ്റ്റർ അവർക്ക് പറഞ്ഞു കൊടുക്കും. അവർക്ക് ഡൈവ് ചെയ്യാനുള്ള സ്ഥലമെത്തി. ഇനി ബോട്ടിൻ്റെ നങ്കൂരമിട്ട് ബോട്ടിനെ ഉറപ്പിച്ചതിന് ശേഷം അവരെയും കൊണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം. കടലിനടിയിലെ കാഴ്ചകൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കണ്ടിരിക്കണം. അങ്ങനെ അവരെ വെള്ളത്തിലേക്ക് ഇറക്കി നമ്മുടെ ഡൈവ് മാസ്റ്ററും കൂടി വെള്ളത്തിലേക്ക് ഇറങ്ങി. അവരെയും കൊണ്ട് ഇനി നേരെ കടലിനടിയിലേക്ക്. ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ആട്ടോ ഇനി ഇവർ തിരിച്ചു വരിക. ഇനി അവർ വരുന്നത് വരെ ഞാൻ ഈ ബോട്ടിൽ ഒറ്റക്കാട്ടോ. അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവർ വരുള്ളൂ. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അവർ തിരിച്ചു കയറി വന്നു. അവർ കണ്ട കാഴ്ചകളും അവരുടെ എക്സ്പീരിയൻസും അവരവിടെ പങ്കുവെക്കുകയുണ്ടായി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്നും കഴിഞ്ഞു പോയ സമയം ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല. കിട്ടുന്ന സമയം വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുക എന്നുള്ളതാണ്. Water when I was coming up right now. I also drank water. That's why I felt like vomiting. How's your experience? Amazing experience. I tell you, you should try it once in your life. You should try it. Do it scared, but do it. Yeah, sure. Do it scared, but do it. It was nothing compared to what we saw in. It was amazing. ഇന്നത്തെ ഡൈവിന് വന്നവർ വളരെ ഹാപ്പി ആയിരുന്നു. ഞങ്ങളുടെ ഇന്നത്തെ ഡൈവ് കഴിഞ്ഞു, ഞങ്ങൾ നേരെ തിരിച്ചു പോവാണ്. ബോട്ടിൻ്റെ നങ്കൂരമെടുത്ത് അവരെ അടുത്ത സ്ഥലത്ത് ഇറക്കിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക്. എൻ്റെ പണി കഴിഞ്ഞ ഉടനെ അവരെൻ്റെ എമൗണ്ട് എനിക്ക് അയച്ചു തന്നു. പാടത്ത് പണി വരമ്പത്ത് കൂലി. എനിക്ക് പരുത്തി ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇത്രയും നമ്മുടെ കൊച്ചു വീഡിയോ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് എന്തായാലും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അതുവരേക്കും ബൈ ബൈ.